ശബരിമല വിഷയത്തിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ജി സുകുമാരൻ നായരുടെ നിലപാടിന് NSS പ്രതിനിധി സഭയുടെ പൂർണ്ണ പിന്തുണ. കോൺഗ്രസിന്റെയും BJPയുടെയും സമവായ നീക്കങ്ങൾ തള്ളിയ സുകുമാരൻ നായർ പ്രതിഷേധത്തെ നേരിട്ടുകൊള്ളാമെന്നും പ്രഖ്യാപിച്ചു. NSS നിലപാടിൽ ആശങ്കയില്ല എന്ന് VD സതീശൻ പറഞ്ഞെങ്കിലും മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാടിൽ ഉറച്ച പിന്തുണ നൽകുകയാണ് NSSന്റെ പ്രതിനിധി സഭ. ഇന്ന് രാവിലെ പെരുന്നേൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത 297 അംഗങ്ങളും ജനറൽ സെക്രട്ടറിയുടെ തീരുമാനത്തിന് ഒപ്പം നിന്നു. ഇതൊരു നിലപാടാണ്, ഇത് മന്നത്തോത്മാപനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. തെരഞ്ഞെടുപ്പുകളിലെ NSSന്റെ സമദൂര നിലപാട് തുടരുമെന്നും നിലവിലെ ഇടത് ചായ്വ് അത് ശബരിമല വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചാണെന്നും NSS ജനറൽ സെക്രട്ടറി വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കി. ഒപ്പം അനുനയ ചർച്ചകൾക്ക് വേണ്ടി കോൺഗ്രസിന്റെയോ BJPയുടെ നേതാക്കൾ പെരുന്നയിലേക്ക് എത്തണ്ടെന്നും NSS നേതൃത്വം കടുപ്പിച്ചു. അനുനയ നീക്കം ആരെങ്കിലും വരുമെന്നെല്ലാം പറയുന്നുണ്ട്. സമയം ചോദിച്ചിട്ടില്ല. ഞാൻ ആരെയും വിളിച്ചില്ല. എന്നാൽ സമുദായ സംഘടനകൾക്ക് ഓരോ വിഷയത്തിലും അവരുടേതായ നിലപാട് പറയാമെന്നും NSSുമായി അനുനയ ശ്രമങ്ങൾക്ക് കോൺഗ്രസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകും. അവരുടെ നിലപാട് അവർക്കെടുക്കാം. അതൊരു സമുദായ സംഘടനയാണ്, അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ അഭിപ്രായമല്ല ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനുള്ളത്. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായ ബോധ്യം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ NSSും കോൺഗ്രസുമായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നാണ് ലീഗിന്റെ അഭിപ്രായം. ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട്. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യും, കൂടിയിരിക്കേണ്ടടുത്ത് കൂടി ഇരുന്നുകൊണ്ട് തന്നെ നല്ല തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NSSനെ പിണക്കുന്നത് അത്ര നല്ലതല്ലെന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിലെ പല നേതാക്കൾക്കുമുണ്ട്. എന്നാൽ സുകുമാരൻ നായർ തന്നെ ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അനുനയ നീക്കവുമായി പെരുന്നയിലേക്ക് ഇനി ആരെത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.